നമസ്കാരം. നമ്മൾ മെയ് 1-ാം തീയതി ഇന്ന് 2-3 എപ്പിസോഡുകളിലേക്കാണ് പ്രധാനമായിട്ട് പോകുന്നത്. പി ജാനുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ തന്നെയാണ്. 4 വോള്യത്തിലെ 4-ാം വോള്യം. ഇത് ഇന്നലെ നമ്മൾ നിർത്തിയത് 1065-ാമത്തെ സ്നാപ്പാണ്. ഭരത് പി ജാനുവിൻ്റെ ജന്മശതാബ്ദിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഇത്രയധികം സ്നാപ്പുകൾ ഈ 4 വോള്യത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. സമ്പൂർണ്ണ കൃതികൾ 4-ാം വോള്യമാണ്. 1-2 വോള്യത്തിൽ മൊത്തം നാടകങ്ങളും 3-ാം വോള്യത്തിൽ പകുതി വരെ നാടകങ്ങളാണ്. നമ്മൾ നാടകങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതിന് മുന്നുള്ള ചില ലേഖനങ്ങളും കാര്യങ്ങളും കവിതകളും ഗാനങ്ങളും എഴുത്തുകളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. നോക്കാം. നമുക്ക് സ്നാപ്പ് നമ്പർ 1066 വരുന്നത്. വനിതാ വർഷത്തിൽ വനിതകളോട്. മെയ്ദിനായിട്ട് വനിതാ വർഷത്തിൽ വനിതകളോടെന്നാണ്. വനിതാ വർഷത്തിൽ ചെയ്തതാണ്, പക്ഷെ നമ്മളിന്ന് മെയ്ദിനത്തിനാണിത് കൊടുക്കുന്നത്. സ്നാപ്പ് നമ്പർ 1066. ഇത് വനിതാ വർഷമാണല്ലോ. ഒരു പുതുവർഷം, ഒരു പുരുഷവർഷം ഉണ്ടാക്കാൻ പുരുഷന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തോട്ടിയ ആദ്യം തന്നെ പുരുഷന്മാർ കഴിവ് കുറഞ്ഞതാണെന്നതിനുള്ള തെളിവാണിത്. അതുകൊണ്ട് വനിതകളുടെ വർഷം വിജയിക്കട്ടെ. പക്ഷേ വനിതകളെന്ന് വിളിക്കപ്പെടുന്നവരെല്ലാം വനിതകളാണെന്നും പുരുഷന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരെല്ലാം പുരുഷന്മാരാണെന്നുമുള്ള വിശ്വാസം എനിക്കില്ല. ആണുങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളുമുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നാം തന്നെ പലതവണ പത്രങ്ങളിൽ വായിച്ചു കഴിഞ്ഞല്ലോ. ഒരു ഓപ്പറേഷൻ കൊണ്ട് ആണിനെ പെണ്ണും പെണ്ണിനെ ആണുമാക്കി മാറ്റാമെന്ന് നാരായണനും വിജയരാജൻ വിജയയും ആയി മാറിക്കഴിഞ്ഞതായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നൊരു വനിതയുണ്ടായിരുന്നു. അവരുടെ ഓട്ടത്തിൻ്റെ വേഗത സ്ത്രീകൾക്ക് സാധ്യമല്ലാത്തതായിരുന്നു. അവരെപ്പറ്റി ആരോപണമുണ്ടായി. അവർ ശരിയായ സ്ത്രീ തന്നെ ആണോ അതോ പുരുഷൻ ആണോ എന്ന് പരിശോധിക്കണമെന്ന് മറ്റു മത്സരക്കാർ ആരോപണം ഉന്നയിച്ചു. ഡോക്ടർമാർ അവരുടെ ശരീരഘടന പരിശോധിച്ചു. സ്ത്രീയുടേതായ എല്ലാ അവയവങ്ങളോടും കൂടിയ ഒരു വനിത തന്നെ ആയിരുന്നു അവർ. ഡോക്ടർമാർ പ്രഖ്യാപിച്ചു, അവർ സ്ത്രീ തന്നെയാണ്. പക്ഷേ എതിരഭിപ്രായക്കാർ വീണ്ടും പ്രതിഷേധിച്ചു. അവരെ നിശ്ചിതമായ ശസ്ത്രക്രിയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ അവരുടെ രക്തവും മാംസവും എടുത്ത് പരിശോധിക്കേണ്ടി വന്നു. അപ്പോഴാണ് അത്ഭുതകരമായൊരു സത്യം. ഡോക്ടർമാർ പ്രഖ്യാപിച്ചത് അവർ ഒരു പുരുഷനായിരുന്നു. പിന്നീട് ഒളിമ്പിക്സ് മത്സരത്തിൽ പെണ്ണുങ്ങളുടെ കൂടെ ഓടാൻ പാടില്ലെന്ന് അധികാരികൾ അവരെ അറിയിക്കുകയും ചെയ്തു. അവർ സ്പോർട്സ് രംഗത്തു നിന്നും പിന്മാറി. മേൽപ്പറഞ്ഞ പത്രവാർത്ത വന്നത് ഏത് വർഷത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതൊരു കെട്ടുകഥയാണെന്ന് സംശയിക്കുന്നവരുമുണ്ടാകാം. ആ വാർത്ത പത്രത്തിൽ നിന്ന് വെട്ടി സൂക്ഷിച്ചത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ കായിക മത്സര രംഗവേദിയിൽ തൽപരരായ പഴയ തലമുറക്കാർക്ക് അതിനെപ്പറ്റി വല്ല അറിവും ഉണ്ടായിരിക്കും. സംശയമുള്ളവർ അവരെ സമീപിച്ച് ചോദിച്ചാൽ അക്കാര്യത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. ഷേക്സ്പിയറിൻ്റെ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒന്നായ ഹാംലെറ്റ് ഒരു പെണ്ണായിരുന്നുവെന്ന് ചില വിമർശകർ സംശയിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഹാംലെറ്റ് ഒരു ഭ്രാന്തനാണെന്ന് മറ്റ് ചില വിമർശകർ സ്ഥാപിച്ചു. അതിൻ്റെ മറുപടിയായി ഷേക്സ്പിയറിൻ്റെ ഏറ്റവും വലിയ ആരാധകനും നിരൂപകനുമായ ബ്രാഡ്ലി പറഞ്ഞു, ഹാംലെറ്റ് ഭ്രാന്തനാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഭ്രാന്തൻ ഷേക്സ്പിയറാണ്. ഈ വനിതാ വർഷത്തിൽ ഞാൻ ഒട്ടേറെ റേഡിയോ പ്രഭാഷണങ്ങളും പത്രലേഖനങ്ങളും ശ്രദ്ധിക്കുകയുണ്ടായി. വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് എല്ലാവരും പറയുകയുണ്ടായി. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് ആരും പറഞ്ഞില്ല. നിങ്ങൾ കാൽനഖം കൊണ്ട് വരച്ചു എന്ന് സംസാരിക്കരുത്. ഉള്ള കാര്യം തുറന്നു പറയണം. ഞാൻ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു ഭാര്യയുള്ളവനാണ്. അവൾ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. കഴിയുന്നതുപോലെ ഒക്കെ നടത്തി കൊടുക്കാറുണ്ട്. വനിതാ വർഷേ നിനക്ക് നമസ്കാരം. വനിതകൾ ഉദ്ധരിക്കാനുള്ളതാണല്ലോ ഈ വർഷം. വളരെ സന്തോഷം. എന്നാൽ പ്രിയപ്പെട്ട വനിതകളെ, നിങ്ങൾക്ക് സമൂഹത്തിൽ സ്നേഹ ആദരവുകളും സമത്വവും കിട്ടണം
എന്നാണല്ലോ നിങ്ങൾ പറയുന്ന മുഖ്യ മുദ്രാവാക്യം. എന്നാൽ വളരെയേറെ മുന്നേറിയ നമ്മുടെ ഈ നാട്ടിൽ നിങ്ങൾക്ക് ആരാണ് ഈ ഈ പറയണവയൊക്കെ നിഷേധിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ വല്ലപ്പോഴും നിങ്ങളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു മേധാവിത്വമായി കരുതരുത്. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും പറഞ്ഞു പോയേക്കാം. ക്ഷമിക്കുക. സ്നേഹം ഉള്ളിടത്തേ കോപം ഉള്ളൂ. സ്നേഹം ഉള്ളിടത്തേ കോപമുള്ളൂ. എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയാറുണ്ട്. ഞാനൊന്നും മിണ്ടാറില്ല. കാരണം ഒരു പെണ്ണിനെ പേടിച്ചിട്ടല്ല. എൻ്റെ മുന്നിൽ നിന്ന് ഒരു എതിർവാക്ക് പോലും പറയാത്ത എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയം എത്രമാത്രം മുറിപ്പെട്ടിട്ടായിരിക്കും എന്നോർത്ത് ഞാൻ മിണ്ടാതിരിക്കും. അതാണ് മനുഷ്യത്വം. വനിതകളെ, എനിക്ക് നിങ്ങളെല്ലാവരെയും പരിചയമില്ല. എനിക്കൊരു വനിതയെ നല്ല പോലെ പരിചയമുണ്ട്. മേരി എന്നാണ് പേര്. എൻ്റെ ഭാര്യയാണ്. ഒരു പെണ്ണിൻ്റെ സ്നേഹപൂർണമായ പരിചരണം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ആരുമാകുമായിരുന്നില്ല. അതുകൊണ്ട് വനിതകളിലുള്ള ഭാര്യമാരെ, നിങ്ങൾക്ക് ഉദ്യോഗമുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കുക. അതേ സമയത്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് അനുഭാവപൂർവ്വം പെരുമാറുക. അവരുടെ കുറ്റങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. ഒരു പക്ഷേ അവർ നന്നാകാൻ സന്നദ്ധനായില്ലെങ്കിൽ നിങ്ങൾ കർക്കശമായി ഇടപെടരുത്. കാരണം പുരുഷ മേധാവിത്വത്തിൻ്റെ അംശം ഇപ്പോഴും നിലനിൽക്കുന്നു. വനിതകളെ, നിങ്ങൾക്ക് മോചനം വേണമല്ലേ? നിങ്ങളെ ആര് കെട്ടിയിട്ടിരിക്കുന്നു? കഴിയുന്നിടത്തോളം നിങ്ങൾ സ്വതന്ത്രകളായി പുറത്ത് നടക്കുന്നു എന്നാണ് പുരുഷന്മാരായ ഞങ്ങളുടെ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. കാരണം ഞങ്ങൾക്ക് അത്രയും സ്വൈരം കിട്ടുമല്ലോ. നിങ്ങൾ പറഞ്ഞതു തന്നെ 10 വട്ടം പറയും. ഒരു ചോദ്യത്തിന് ഒരേ വട്ടം 10 ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പുരുഷന്മാരോടൊപ്പം സമത്വം വേണം അല്ലേ? എന്നാൽ ഈ വനിതാ വർഷത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഭിന്നരല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു മാതൃക നിങ്ങൾ കാണിച്ചു തരണം. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകം സീറ്റുകളുണ്ട്. തീവണ്ടികളിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്ന് പറയുന്ന ബോർഡുകളാണവ. ആ ബോർഡുകൾ എടുത്തു മാറ്റി ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വനിതാ വർഷത്തിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് അർത്ഥവ്യാപ്തി കിട്ടും. വനിതകളെ, ആണുങ്ങളെ മുട്ടിയിരുന്ന് വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ നാണവും ഇക്കിളിയും രോമാഞ്ചവുമൊക്കെ ഉണ്ടാകുന്നത് എന്തിന്? സ്ത്രീ പുരുഷ സമത്വത്തിലല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞങ്ങളും. ഓക്കെ, മോട്ടോർ ഓൺ ചെയ്ത് കാരണം ഓവർഫ്ലോ വന്നു. അപ്പോൾ ഒരിത്തിരി വെള്ളം പോകുന്നതിൻ്റെ ഡ്രോപ്പ് ശബ്ദം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം നോർത്തിൽ ഉടുപ്പി ലോഡ്ജ്, അതായത് പഴയകാലത്തെ നോർത്ത് ലോഡ്ജ്, അവിടെ ഞങ്ങളൊരു നാടക ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ 10 മണിയോടുകൂടി മട്ടാഞ്ചേരിയിൽ നിന്ന് വന്നൊരു ബസ് നോർത്ത് കവലയിൽ വന്നു നിന്നു. യാത്രക്കാർ ഇറങ്ങി. ഒടുവിൽ ഇറങ്ങിയത് അതിസുന്ദരിയായ ഒരു യുവതിയാണ്. ഞങ്ങൾ നോർത്ത് ലോഡ്ജിൻ്റെ 3-ാം നിലയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യുവതി അവളേക്കാൾ മുമ്പ് ഇറങ്ങിയ ഒരു യുവാവിൻ്റെ കൈ കടന്നു പിടിച്ചു. അതിനുശേഷം അവളുടെ വാനിറ്റി ബാഗിൽ നിന്ന് ഒരെണ്ണെടുത്ത് ആ ചെറുപ്പക്കാരൻ്റെ നേരെ നീട്ടി. ചെറുപ്പക്കാരൻ പകച്ചു നിന്നു. അണ വാങ്ങണം എന്നായി യുവതി. വേണ്ടെന്നായി ചെറുപ്പക്കാരൻ. വേണ്ട വേണ്ട വേണ്ട. ഒടുവിൽ തർക്കം മൂത്തപ്പോൾ ചെറുപ്പക്കാരൻ തിരിഞ്ഞിടക്കാൻ ഭാവിച്ചു. നമ്മുടെ യുവതി മേൽപ്പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് നിർത്തി. ഒരണ വാങ്ങാതെ വിടുകയില്ലെന്ന് ആയി ആ പെണ്ണ്. ബഹളം മൂത്തപ്പോൾ പോലീസുകാരും വന്നു. എന്താണ് കാര്യമെന്ന് പോലീസുകാർ തിരക്കി. പെണ്ണ് പറഞ്ഞു, സാർമാര് മാറി നിൽക്കണം, ഇതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോലീസുകാരൻ ചെറുപ്പക്കാരനോട്, നിങ്ങളാണോ വാങ്ങണം? അപ്പോൾ കാര്യം അറിയാമല്ലോ. അങ്ങനെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ആ ചെറുപ്പക്കാരൻ ഒരണ വാങ്ങി. പെണ്ണ് പറഞ്ഞു, ഈ കാശ് കൊണ്ടുപോയി ഇല്ലിക്കാണുന്ന വൈദ്യശാലയിൽ നിന്ന് നല്ല മണമുള്ള എണ്ണ മേടിച്ച് നെറുകന്തലയിൽ തിരുമ്മി ഒന്ന് കുളിക്ക്. അതോടൊപ്പം തന്നെ ആ ശക്തിയുള്ള പെണ്ണ് വലത്തെ കാലിലുള്ള ചെരുപ്പൂരിയെടുത്ത് ആ ചെറുപ്പക്കാരൻ്റെ കാരണത്തിട്ടൊരു അടി കൊടുത്തു. സുന്ദരനായ ചെറുപ്പക്കാരൻ ആ ഒരണയം കൊണ്ട് എങ്ങോട്ടോ ഓടി പറഞ്ഞു.
പോലീസുകാരൻ യുവതിയോട് ചോദിച്ചു, എന്താണ് ഉണ്ടായത്? അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. പെണ്ണ് വിനയപൂർവ്വം പറഞ്ഞു, സാറേ, മട്ടാഞ്ചേരി മുതൽ ഞാൻ സഹിക്കുകയാണ്. അവിടുന്ന് ഇവിടം വരെ അയാൾ ആടിക്കൂടി എൻ്റെ സാരിയുടെ ഉള്ളിലേക്ക് കാല് കയറ്റുകയായിരുന്നു. ഞാൻ അയാളുടെ കാല് ചവിട്ടി മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഇവിടം വരെ അയാൾ വിട്ടില്ല. ഒരുപാട് സഹിച്ചു. ഒടുവിൽ എനിക്കിതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചെയ്തു. ഇക്കാര്യം പറഞ്ഞ് കയ്യോടാ പോലീസുകാരനെ ഈ യുവതിക്ക് അപ്പം തന്നെ പിടിച്ച് ഏൽപ്പിക്കാമായിരുന്നു. അത് വേറെ വശം. വനിതാ വർഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മഹിളകളെ, മേൽപ്പറഞ്ഞതൊരു സംഭവകഥയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയെപ്പോലെ അനീതി കാട്ടുന്ന പുരുഷന്മാരെ ചെരിപ്പൂരി അടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ? വഴിയെ നടക്കുന്ന കൊച്ചു പെൺകുട്ടികളെയും സഹോദരികളെയും അമ്മമാരെയും അമ്മൂമ്മമാരെയും കമൻ്റടിക്കുന്ന കുറേ പൂവാലന്മാർ ഈ നാട്ടിലുണ്ട്. അവരെ അതാത് സമയത്ത് ചെരിപ്പൂരി അടിക്കാൻ ഈ വനിതാ വർഷം നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. വളരെ ശക്തമായ പ്രതികരിക്കണം. 2 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് മീറ്റു ഞാനും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല ശരിയെന്നാണ് പി ജാനണി പറയുന്നത്. പ്രതികരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ സന്ദർഭത്തിൽ ചെരുപ്പൂരി അടിച്ച പെൺകുട്ടിയെക്കുറിച്ച് അത് കണ്ടു നിന്നൊരു പിന്തിരിപ്പൻ പറഞ്ഞു, അവളൊരു ആണാണെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അവളാണ് പെണ്ണ്. ഓക്കെ, നമ്മൾ ഈ സ്നാപ്പ് എന്നെ പറ്റി എന്നുള്ള ആ ഒരു ഭാഗത്തിലാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സ്നാപ്പ് നമ്പർ 1067, തിരഞ്ഞെടുപ്പ് കുമ്പസാരം. സായാഹ്ന ചിന്തകൾ എന്ന പേരിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പങ്ക്തിയിൽ നിന്നെടുത്തതാണ്. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതും ഒഴിച്ചുകൂടാൻ വയ്യാത്തതുമായ ഒരു കുദാശയാണ് കുമ്പസാരം. ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛങ്ങനെ കേട്ടിരിക്കും, കുറ്റങ്ങൾ കംപ്ലീറ്റ് പറയും, പ്രായശ്ചിത്തം പറയും, പിന്നെയും കുറ്റങ്ങൾ ചെയ്തോളാൻ പറയും, ചെയ്യുന്നു. അടുത്ത കൊല്ലം ആണ്ട് കുമ്പസാരം വരുമ്പോൾ വീണ്ടും അത് പറഞ്ഞാൽ മതി. ഒരു മുൻകൂർ ജാമ്യം പോലെയാണ്. ചെയ്തു പോയ പാപങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു തരം വിശുദ്ധ കർമ്മം മറ്റൊരു മതത്തിലുമില്ലത്. എത്രയ്ക്ക് നീചമായ പാപങ്ങൾ ചെയ്തവനായാലും എത്രമാത്രം കൊലപാതകങ്ങൾ നടത്തിയവനായാലും കുമ്പസാരിച്ച് കഴിയുമ്പോൾ ആ ദുഷ്കൃത്യങ്ങളുടെ കെടുതികളിൽ നിന്ന് മോചിതനായിത്തീരുന്നു. കുമ്പസാരക്കൂട്ടിൽ വെച്ച് പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അതിന് പ്രായശ്ചിത്തമായി പുരോഹിതൻ ചില കർമ്മങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. പാപങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ പോലെ പ്രായശ്ചിത്തങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ടാകും. ഏതെങ്കിലും ഒരു പ്രാർത്ഥന പ്രത്യേകമായി ചൊല്ലുക, അല്ലെങ്കിൽ ഒരേ പ്രാർത്ഥന തന്നെ അനേകം തവണ ആവർത്തിച്ച് ചൊല്ലുക, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രത്യേകമായി ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രായശ്ചിത്തങ്ങൾ. കുമ്പസാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കൂദാശയും അതുമായി ബന്ധപ്പെട്ട പ്രായശ്ചിത്ത കർമ്മങ്ങളും വിലപ്പെട്ടവയാണ്, ലംഘിക്കപ്പെടാൻ പാടില്ലാത്തവയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു അനുഭവം പറയാനാണ് കുമ്പസാരത്തെ കുറിച്ച് ഇത്രയും വിശദീകരിച്ചത്. ഞങ്ങൾ 3-4 പേര് കൂടി ഒരു വീട്ടിൽ കയറി ചെന്നു. വാർദ്ധക്യം പ്രാപിച്ചൊരു ഭാര്യയും ഭർത്താവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, താമസമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അതിനു മുമ്പ് അവർ 2 പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ വോട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിലും ആ വഴി പോയപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയെന്ന് മാത്രം. ഞങ്ങൾ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വൃദ്ധൻ പറഞ്ഞു, എൻ്റെ വോട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ തരുള്ളൂ. പക്ഷേ ഇത്തവണ ഞാൻ അവളുടെ കാര്യം തീർത്തു പറയൂല. അതിൻ്റെ കാരണം എന്തെന്ന് പറയാൻ ആ വൃദ്ധൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഒടുവിൽ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഞങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി. അവരുടെ മനസ്സിൽ ഒരു വലിയ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നതായി ആ മുഖഭാവം വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുത്തരമായി അവർ ഒരു കണക്കിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു, എൻ്റെ പൊന്നുമക്കളെ, എന്നെപ്പറ്റി ഒന്നും വിചാരിക്കരുത്. ഈ തവണ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യൂല.
എന്തുകൊണ്ടാണെന്ന് പറയാൻ അവർ തയ്യാറായില്ല. ഏതോ ഒരു ഭയം അവരെ പിടികൂടിയിരിക്കുന്നത് പോലെ തോന്നി. ഞങ്ങൾ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കൊണ്ട് വല്യമ്മയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടായോ? അവർ ഉത്തരം പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മകളെ, ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ആരും ഇറക്കി വിടൂലെന്ന് ഞങ്ങൾക്ക് ധൈര്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം വന്നേ പിന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ മടിക്കുന്നത് ചോദിച്ചു. തുടർന്നുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർ വളരെയേറെ പ്രയാസപ്പെട്ടു. ഒടുവിൽ ആ രഹസ്യം പുറത്തു വന്നു. ആ ആഴ്ചയിൽ ആ വല്യമ്മ കുമ്പസാരിച്ചപ്പോൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു. ശ്രദ്ധിക്കണം. തിരഞ്ഞെടുപ്പ് ദിവസം കാലത്തെ ആകാശങ്ങളിലിരിക്കുന്നതും ഒരു നന്മ നിറഞ്ഞ മറിയവും ഓരോ സ്ത്രീത്വസ്തുതിയും ചൊല്ലി ദൈവമാതാവിന് കാഴ്ചവെച്ചതിന് ശേഷം കാളടയാളത്തിൽ മുദ്രകുത്തി വോട്ട് ചെയ്യണം. കാളടയാളത്തിൽ അച്ഛൻ്റെ ഉപദേശം. ഞങ്ങൾ ആ വല്യമ്മയോട് യാതൊന്നും പറഞ്ഞില്ല. പറയാൻ പാടില്ല. കാരണം ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കാനുള്ള വ്യഗ്രത ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യരെ കഴുതുകളാക്കുന്ന ഏർപ്പാട് വളരെ കാലം നീണ്ടു നിൽക്കുകയില്ല. പാവപ്പെട്ടവരുടെ അടിയുറച്ച വിശ്വാസത്തെ അവർക്കെതിരായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്നത് കൊലപാതകത്തേക്കാൾ വലിയ പാപമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യരുത്, കാള ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അച്ഛൻ ഈ പ്രായശ്ചിത്തത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പെട്ട. അത് പ്രായശ്ചിത്തമാണ്, പാപമോചനം കിട്ടുമെന്ന്. എങ്ങനെയുണ്ട് മുതലേ? സ്റ്റെപ്പ് നമ്പർ 1068 കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇലക്ഷൻ ധ്യാനം തുറന്ന് ആണ് ഇത്. അപ്പോൾ ആ സമയങ്ങളിലുള്ള അന്നത്തെ ആനുകാലികങ്ങൾ എഴുതിയതാണ്. ഇലക്ഷൻ പ്രചരണം കെങ്കേങ്ങമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പാർട്ടികളും മത്സരിക്കുന്നു. കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകികളും വ്യഭിചാരത്തിന് ചൂട്ടുപിടിച്ചവരുമൊക്കെ പാവപ്പെട്ടവൻ്റെ പേരിൽ മത്സരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ പാർട്ടിയും കൂട്ടത്തിലുണ്ട്. ദൈവികവും ആത്മീയവുമായ കാര്യങ്ങളെപ്പറ്റി മാത്രം ഉപദേശങ്ങൾ കൊടുക്കുവാൻ കടപ്പെട്ട പാതിരിമാരുടെ ദേവാലയ പ്രസംഗങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഛായ വീണു തുടങ്ങി. ഒടുവിൽ അവർ വ്യക്തമായിട്ട് തന്നെ പള്ളികളിൽ വിളിച്ചു പറഞ്ഞു, കത്തോലിക്ക സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുക. അമ്പതുകളിലുണ്ട്. ജനങ്ങളുടേതായ ഒരു പ്രവർത്തനത്തിലും നാളിതുവരെ പങ്കുകൊണ്ടിട്ടില്ലാത്ത പുരോഹിതന്മാർ ഇപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്തിനാണെന്ന് ബുദ്ധിയുള്ളവർ ചോദിക്കാതിരുന്നില്ല. വലിയ വിവരമൊന്നുമില്ലെങ്കിലും ദരിദ്രയായ ഒരു വൃദ്ധ അച്ഛന്മാർക്ക് ഇങ്ങനെ പറഞ്ഞേച്ചാ മതി, അവർക്ക് 4ഉം 5ഉം നേരം പാലും ഇറച്ചിയും മുട്ടയും തന്നെ തിന്നാനൊക്കും. നമുക്ക് പട്ടിണിയില്ലാതെ വേറെ എന്തുണ്ട്? ഈ കോൺഗ്രസ്സുകാർ 4 കൊല്ലം ഭരിച്ചിട്ട് കൊടുക്കാൻ തുണി കൂടെ ഇല്ലാതായി. മറ്റു ചിലർക്കൊരു സംശയം, കോൺഗ്രസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പാർട്ടി ഭരണത്തിൽ വന്നാൽ നശിച്ചു പോകാനേ ഉള്ളൂ. നശിച്ചു പോകാനേ ഉള്ളൂ തിരുസഭയെങ്കിൽ അതിന് വലിയ ശക്തിയൊന്നുമില്ലെന്ന് വേണമല്ലോ വിചാരിക്കാൻ. കോൺഗ്രസ് അല്ലാതെ വേറെ പാർട്ടി ഭരിച്ചാൽ തിരുസഭ നശിച്ചു പോവുകയാണെങ്കിൽ ആ തിരുസഭയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല എന്ന് വേണമല്ലോ വിചാരിക്കാൻ. ആദ്യം മുതൽക്കേ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നവർക്ക് പഴയ ചില കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു. മുൻപൊരു കാലത്ത് കോൺഗ്രസ് ഒരു സമര സംഘടനയായിരുന്നപ്പോൾ അത് നിഷിദ്ധമാണെന്ന് ഇതേ പുരോഹിതന്മാർ തന്നെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് ചേരുന്നത് തിരുസഭയ്ക്ക് എതിരാണെന്ന് അവർ പറഞ്ഞു. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞ പല യുവാക്കന്മാരെയും വേദോപദേശ ക്ലാസ്സുകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാരായിരിക്കുകയും ഖദർ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തതുമൂലം പലരും പള്ളിയുടെ മുൻപിൽ വലിയ കുറ്റക്കാരായി തീർന്നിരുന്നു.
അതേ കാരണത്താൽ ചിലരെ പള്ളിയിൽ വെച്ച് വിവാഹം കഴിപ്പിക്കാതിരിക്കുകയും ചിലരുടെ മക്കളെ ജ്ഞാനസ്നാനപ്പെടുത്താതിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് ഭരണകൂടത്തിൽ കയറിയപ്പോൾ അത് നല്ലതാണെന്ന് വന്നു. ആ സംഘടനയെ ഏറ്റവും കൂടുതൽ നിന്ദിച്ചിരുന്ന പുരോഹിതന്മാർ അതിനെ സ്വന്തം തറവാട് പോലെ ബഹുമാനിക്കാൻ തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുവന്നപ്പോൾ അത് ഒരു നോക്ക് കാണുവാൻ പല പുരോഹിതന്മാരും വിയർത്ത് കുളിച്ചു. പരവശരായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുകയുണ്ടായി. എന്തിന്? ഖദറിൻ്റെ ലോഹ പോലും ചില പാതിരിമാർ ധരിച്ചു തുടങ്ങി. പാവപ്പെട്ടവൻ്റെ പേരും പറഞ്ഞ് ഭരണക്കസേരയിൽ കയറിപ്പറ്റിയ കോൺഗ്രസ് അതേ പാവപ്പെട്ടവൻ്റെ മുതുകത്ത് കയറി ചുടല നൃത്തം ആരംഭിച്ചപ്പോൾ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരാരും ചോരതിളപ്പുള്ള യുവാക്കളും വീണ്ടും മുന്നോട്ട് പോയി. ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരും ചോരതിളപ്പുള്ള യുവാക്കളും വീണ്ടും മുന്നോട്ട് പോയി. ഈ ദുർഭരണം അവസാനിപ്പിക്കാനും തങ്ങളുടെ സാക്ഷാത്തായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും വേണ്ടി അവർ അണിനിരന്നു. അന്നുവരെ കോൺഗ്രസിനെ എതിർത്തിരുന്നവരെല്ലാം ഗാന്ധി ശിഷ്യന്മാരായി മാറി. കോൺഗ്രസിനെ എതിർക്കുന്നവരുടെ നേർക്ക് ചന്ദ്രഹാസമിളക്കാൻ തുടങ്ങി. ബഹുജന നേതാക്കളും പ്രവർത്തകരും കൽത്തുറങ്കുകളിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ നേർക്ക് മനുഷ്യനെ ചിന്തിക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. ഭരണകൂടത്തെ എതിർക്കുന്നവരെ മറ്റാരേക്കാൾ കൂടുതൽ വെറുക്കുന്ന പുരോഹിതന്മാരും വെറുതെയിരിക്കുന്നില്ല. പുരോഗമന കക്ഷികൾ പിശാചുക്കളെക്കാൾ ഭയങ്കരന്മാരാണെന്ന് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പണ്ട് അവർ കോൺഗ്രസിനെ എതിർത്തതിൽ നിന്നും വ്യത്യസ്തമല്ല ഈ എതിർപ്പ്. അങ്ങനെ ആ എതിർപ്പ് അല്പാൽപമായി അവരുടെ വേദപ്രസംഗങ്ങളിൽ നിഴലിച്ചു തുടങ്ങി. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അവർ തനി രാഷ്ട്രീയ പ്രവർത്തകരായി തീർന്നു. കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും ഒട്ടുകൊടുക്കരുതെന്ന് അവർ തുറന്ന് പ്രഖ്യാപിക്കാനും തുടങ്ങി. അതുകൊണ്ടും പോരാഞ്ഞിട്ട് ചില പള്ളികളിൽ ധ്യാനവും ആരംഭിച്ചു. ഇടതുപക്ഷ കക്ഷികൾക്ക് കൂടുതൽ പ്രാബല്യമുള്ള ഇടങ്ങളിലെ പള്ളികളിലാണ് ധ്യാനം തുടങ്ങിയതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒരു പള്ളിയിൽ നടന്ന ധ്യാനത്തിൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ ധ്യാനം തുടങ്ങാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ബുദ്ധിയുള്ളവരും തെമ്മാടികളെന്ന് വിളിക്കപ്പെടുന്നവരുമായ ചില ചെറുപ്പക്കാർ പറഞ്ഞു, പതിവായി ഈ കാലങ്ങളിൽ ഇവിടെ ധ്യാനം നടക്കാറില്ല. പിന്നെ ഇതെന്താണെന്നോ? നാട്ടുകാരുടെ ഏറ്റവും വലിയ ശത്രുവായ കോൺഗ്രസിനെ രക്ഷിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. സത്യമായിട്ടും ഇവിടെ നടക്കാൻ പോകുന്നത് ഇലക്ഷൻ ധ്യാനമാണ്. ഇലക്ഷൻ ധ്യാനം. ക്രിസ്തീയ അരൂപിയുള്ളവർ ആ ചെറുപ്പക്കാരെ കഠിനമായി എതിർത്തു, തെറി പറഞ്ഞു. ധ്യാനം തുടങ്ങി. ദിവസത്തിൽ 3 പ്രാവശ്യത്തെ പ്രസംഗം, 2 മണിക്ക്, 4:30 മണിക്ക്, 7 മണിക്ക്. അങ്ങനെ പ്രസംഗം കൊണ്ട് പാപികളുടെ മനസ്സിളക്കുവാൻ വൈദഗ്ധ്യമുള്ളൊരു ധ്യാന പട്ടക്കാരനെ പ്രത്യേകം വരുത്തിയിരിക്കുകയാണ്. 3 ദിവസത്തെ ധ്യാനം പഠിച്ചു നടന്നു. 3 ദിവസവും ദൈവകാര്യമോ ആത്മീയ കാര്യമോ അല്ല കൂടുതലും പ്രസംഗിച്ചത് കമ്മ്യൂണിസത്തെയും അതിൻ്റെ ദോഷവശങ്ങളെയും പറ്റിയായിരുന്നു. 4-ാം ദിവസം രാത്രി ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കമ്മ്യൂണിസത്തിൻ്റെ പൈശാചികതയെപ്പറ്റി മാത്രം പ്രസംഗിക്കാനാണ് ആ ധ്യാനപ്പട്ടക്കാരൻ തീരുമാനിച്ചത്. ദേവാലയം സത്യവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുരോഹിതൻ ആവേശഭരിതനായി പറഞ്ഞു, കർത്താവിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, കമ്മ്യൂണിസം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമോ? കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം വന്നാൽ പള്ളിയും മറ്റും ഇടിച്ചു തകർത്ത് കളയും എന്നു തന്നെയല്ല, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മാനമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. കൂടാതെ 55 വയസ്സു കഴിഞ്ഞവരെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ വിഷം കുത്തിവെച്ച് കൊന്നുകളയും. അതാണ് ഇന്ന് റഷ്യയിൽ നടക്കുന്നത്. ഈ വക സത്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വാങ്ങി വായിച്ചു കൊള്ളുക. സത്യവിശ്വാസികൾ ഒന്ന് ഞെട്ടി, മുഖത്തോട് മുഖം നോക്കി. ഹേട്ടാ, ഇത്ര ഭയങ്കരമാണോ കമ്മ്യൂണിസം എന്നർത്ഥം ആ നോട്ടങ്ങൾക്കുണ്ടായിരുന്നു. 55 വയസ്സ് കഴിഞ്ഞ വിശ്വാസികൾക്കാണ് കൂടുതൽ വെപ്രാളമുണ്ടായത്. ഇവിടെ ദൈവകാര്യം പറഞ്ഞാൽ പോരെ, ഇതൊക്കെ എന്തിനു പറയുന്നു?
ഇടയ്ക്കിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. പക്ഷേ സത്യവിശ്വാസികളുടെ രൂക്ഷമായ നോട്ടം അയാളെ നിശബ്ദനാക്കി. അന്നത്തെ ധ്യാനം കഴിഞ്ഞു. എല്ലാവരും അന്ന് കേട്ട ഭയങ്കര സംഭവങ്ങൾ ഉരുവിട്ടുകൊണ്ട് വീടുകളിലേക്ക് മടങ്ങി. ആ ബുദ്ധിമാനായ ധ്യാനപ്പെട്ടക്കാരൻ തിരഞ്ഞെടുപ്പിനെ പറ്റി സൂചിപ്പിക്കുകയോ ആർക്ക് വോട്ട് നൽകണമെന്ന് പറയുകയോ ചെയ്തില്ലെങ്കിലും അന്നത്തെ ധ്യാനത്തോടുകൂടി ആർക്കാണ് തങ്ങളുടെ വോട്ട് കൊടുക്കേണ്ടതെന്ന് ഉത്തമ വിശ്വാസികൾ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രായം ചെന്ന ചില സത്യക്രിസ്ത്യാനികൾ പതിവ് പോലെ പള്ളിയിൽ നിന്ന് നേരെ കള്ള് ഷാപ്പിലേക്കും ചാരായ ഷാപ്പിലേക്കും പോയി. കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വൈരാഗ്യം മൂലം മിക്കവരും പതിവിൽ കൂടുതൽ കുടി കഴിഞ്ഞപ്പോൾ ധ്യാനപ്പെട്ടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൂടുതൽ ആവേശഭരിതരാക്കി. അവർ ഷാപ്പിൽ നിന്നിറങ്ങി റോഡിൻ്റെ പല ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് ആരെയെന്നില്ലാതെ തെറി പറഞ്ഞു തുടങ്ങി. എടാ കഴിവേറി മക്കളെ, ഈ തരത്തിലുള്ളവരാണ് നിങ്ങൾ അല്ലേ? ഇവർ അമ്മ പെങ്ങന്മാരെ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തവരാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഒരാൾ. ഈ പട്ടികൾ പ്രായമായവരൊക്കെ വിഷം കുത്തിവെച്ച് കൊല്ലുമെന്ന് ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. വേറെ അവൻ്റെ അമ്മയുടെ ഐക്യമുന്നണി അവനൊക്കെ ഇനി പറട്ടെ, വോട്ടും ചോദിച്ചുകൊണ്ട് കാലിൻ്റെ മുട്ടി ഞാൻ തല്ലിയൊടിച്ച് കളയും മൂന്നാമതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളാലാവുന്നത്ര ഉച്ചത്തിൽ അലറിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ദുസ്സഹമായ തെറികളും ആ കത്തോലിക്കരും സത്യവിശ്വാസികളും നല്ലവരുമായ കൂട്ടരുടെ വായിൽ നിന്ന് വീഴുന്ന നാറിയ തെറി മൂലം അടുത്ത വീടുകളിൽ അമ്മ പെങ്ങന്മാർക്ക് ഇരിക്കാൻ വയ്യെന്നായി. അവിടെ നടക്കാൻ പോകുന്നത് ഇലക്ഷൻ ധ്യാനമാണെന്ന് ചില ചെറുപ്പക്കാർ മുൻകൂട്ടി പറഞ്ഞത് ആ തെറി കേട്ടുകൊണ്ട് കടന്നുപോയവരിൽ ചിലരോർത്തു. അതിലെ കടന്നുപോയവരിൽ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, കേട്ടോ, ധ്യാനപ്പെട്ടക്കാരൻ ധ്യാനിപ്പിച്ച് നല്ലവരാക്കി വിട്ടതിൻ്റെ ഫലം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ആ ധ്യാനം വെച്ചിരുന്നതെങ്കിൽ ഈ പാവങ്ങൾ ഇത്രമാത്രം തെറി പറയേണ്ടി വരികില്ലായിരുന്നു. തനിയെ നടന്നുപോയൊരു യുവാവിനെ ചാരായ ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നൊരു വിശ്വാസി തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എടാ നീ കമ്മ്യൂണിസമല്ലേ? ഈ യുവാവ് ഉത്തരമൊന്നും പറഞ്ഞില്ല. വിശ്വാസിക്ക് ദേഷ്യം വന്നു. എടാ ചിമ്മോനെ, നിന്നോടാണ് ചോദിച്ചത്. അവിടെ വലിയ ബഹളമായി. ആളുകൾ ഓടിക്കൂടി. പലയിടങ്ങളിലായി നിന്നിരുന്ന സത്യവിശ്വാസികളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ അവിടെ വലിയൊരു കലാപം നടക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ തെളിഞ്ഞത് കണ്ടു തുടങ്ങി. തൻ്റെ ഇടമുള്ളൊരു ചെറുപ്പക്കാരൻ ആൾക്കൂട്ടത്തിലേക്ക് തിക്കി കയറിയിട്ട് ആ പ്രായം ചെന്ന മനുഷ്യനോട് പറഞ്ഞു, വല്യപ്പ, ഞാനൊന്ന് ചോദിക്കട്ടെ, പള്ളിയിൽ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇതൊക്കെ പറയേണ്ട ആവശ്യം അച്ഛന്മാർക്ക് എന്തിനിരിക്കുന്നു? ശരിയാണ്. കൂട്ടത്തിലൊരാൾ അതങ്ങ് സമ്മതിച്ചു പോയി. ചെറുപ്പക്കാരൻ തുടർന്നു, മറ്റൊരു കാര്യം കൂടി. മുൻപൊരിക്കൽ എവിടെയോ ആരോ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്നും പറഞ്ഞ് ഇവിടെയുള്ള എത്ര നിരപരാധികളെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി മൃഗങ്ങളെപ്പോലെ തല്ലിക്കൊന്നത്? അങ്ങനെ ചെയ്ത അനീതിയുടെ ഫലമായിട്ട് എത്ര അമ്മ പെങ്ങന്മാരാണ് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അമ്മ പെങ്ങന്മാരെ പറ്റി നമ്മളുടെ അച്ഛന്മാർ ഒന്നും ഒരു നല്ല വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആണുങ്ങൾ എന്തോ ചെയ്തെന്നും പറഞ്ഞ് പോലീസുകാർ ചില വീടുകളിൽ കയറി അമ്മ പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്തതിനെപ്പറ്റി ഈ പുരോഹിതനൊന്നും മിണ്ടാത്തത് എന്താണ്? സ്വന്തം മകനെ കൊണ്ട് അമ്മയെ സംഭോഗം ചെയ്യിക്കാൻ പോലീസുകാർ ഇത്ര പൈശാചികമായി ഭരണം നടത്തിയ കോൺഗ്രസിനെ സഹായിക്കുന്ന പോലീസുകാർ മുതിർന്നത് മനുഷ്യത്വ ബോധമെന്നാണോ ഈ വൈദികരുടെ അഭിപ്രായം? ഇത്ര പൈശാചികമായി ഭരണം നടത്തിയ കോൺഗ്രസിനെ സഹായിക്കുന്ന ഈ കൂട്ടരെ പറ്റി വല്യപ്പനെന്ത് തോന്നുന്നു? ഇവർക്ക് മനുഷ്യ സ്നേഹമില്ലേ? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ദൈവത്തെയും മതത്തെയും ഇത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് മനുഷ്യവർഗത്തോട് ഇത്ര വിരോധം എന്താണ്? അവിടെ നിശബ്ദമായി. ആ നിശബ്ദതയിൽ ഒരു ചോദ്യം മലയിലയില്ലാതെ ഉയർന്നു. ദൈവത്തെയും മതത്തെയും ഇത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് മനുഷ്യവർഗത്തോട് ഇത്ര വിരോധം എന്താണ്? ദൈവത്തെയും മതത്തെയും ഇത്രമാത്രം സ്നേഹിക്കുന്നവർക്ക് മനുഷ്യവർഗത്തോട് ഇത്ര വിരോധം എന്താണ്? സ്നാപ്പ് നമ്പർ 1068 തീരുകയാണ്. സ്നാപ്പ് നമ്പർ 1069 നമ്മൾ കടക്കുന്നത്. സത്യമേവ ജയതേ. ഒരു മഹാസമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന കൊച്ചു കുഞ്ഞിനോട് സമുദ്രത്തെപ്പറ്റി അറിയാവുന്നത് പറയുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എത്രമാത്രം ആശയക്കുഴപ്പവും ഭയവും ഉണ്ടാകുമോ അതിൽ കൂടുതൽ
ഭയമായിരിക്കും എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരോട് കേസരി ബാലകൃഷ്ണപിള്ള സാറിനെക്കുറിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടാൽ. എനിക്ക് വലിയവരെ ആരാധിക്കുവാൻ മാത്രമേ വശമുള്ളൂ. അവരുടെ ജീവിതത്തെ വിലയിരുത്തുവാനോ അവരെപ്പറ്റി എന്തെങ്കിലും എഴുതുവാനോ പറയുവാനോ എനിക്ക് ഭയമുണ്ട്. അതിനൊരു പിതൃപറ്റി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തൊക്കെയോ എഴുതി, എന്തൊക്കെയോ പാടി, എന്തൊക്കെയോ അഭിനയിച്ചു. അങ്ങനെ നടക്കുന്നൊരു കാലം. അന്ന് ഞാൻ ആരുമാകാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഇന്നും ആരുമായിട്ടുമില്ല. ആ കാലത്ത് കേരളത്തിലെ കൊട്ടാരത്തിലും കുടിലിലും മുഴങ്ങിക്കേൾക്കുന്നൊരു പേരുണ്ടായിരുന്നു, ചങ്ങമ്പുഴ. അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കരുതെന്ന് എൻ്റെ മുഖ്യ അധ്യാപകൻ എന്നോടും എൻ്റെ സതീർത്ഥ്യനോടും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവരെ അവഗണിച്ചുകൊണ്ട് ചങ്ങമ്പുഴയെ വായിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കപ്പലിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് എൻ്റെ സ്നേഹിതന്മാർ വായിച്ചിരുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ പുസ്തകങ്ങളായിരുന്നു. യുദ്ധാനന്തരം 1946 ആം ആണ്ടിൽ നടന്ന സുപ്രസിദ്ധമായ നേവൽ സമരത്തിൽ പിരിച്ചുവിടപ്പെട്ട എനിക്ക് അത് ഒരേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ചങ്ങമ്പുഴയെ കാണണമെന്ന്. നാട്ടിൽ മടങ്ങിയെത്തിയിട്ടും പല കാരണങ്ങളാലും ഞാൻ അദ്ദേഹവുമായി അടുത്തില്ല. അകന്നു നിന്ന് കണ്ടു. ഓരോ കുടന്നയിലും തേൻ തുള്ളികൾ നിറച്ചൊരു വാഴക്കുടപ്പനാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നി. നിർഭാഗ്യവശാൽ ചങ്ങമ്പുഴയെ രാജയക്ഷമാവ് കാർന്നു തിന്നാൻ, ക്ഷയമാണ് ആൾക്ക് വന്നത്, കാർന്നു തിന്നാൻ തുടങ്ങിയപ്പോഴാണ് നേരിട്ട് ചെന്ന് കാണാൻ എനിക്ക് തരപ്പെട്ടത്. അന്ന് ഞാൻ കുറച്ച് പാട്ടുകൾ എഴുതി പത്രങ്ങളിൽ കൊടുത്തിരുന്നു. ഞാൻ കൃഷ്ണപിള്ള സാറിനെ കാണുമ്പോൾ അദ്ദേഹം ചുമച്ചു തുപ്പിയ കപത്തിൽ സ്വയം ഡെറ്റോൾ ഒഴിക്കുകയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളായ എൻ ഗോവിന്ദൻകുട്ടിയും ജബ്ബാറും ഉണ്ടായിരുന്നു. വളരെ വേദനയുള്ളൊരു സംഭവമായിരുന്നു ഞങ്ങൾക്കവിടെ കാണേണ്ടി വന്നത്. ഒരു കർഷക തൊഴിലാളി ഒരു കൊച്ചു തൊട്ടിയിൽ നെല്ല് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ച് കണ്ണുനീർ തുടയ്ക്കുകയായിരുന്നു. കൃഷ്ണപിള്ള സാറിൻ്റെ വാഴക്കുല വായിച്ച് കേട്ടതിനുള്ള ഉപഹാരമായിരുന്നു ആ നെല്ല്. ചങ്ങമ്പുഴ സാറ് കൊടുത്ത് പ്രതിഫലം കൈപ്പറ്റാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ചങ്ങമ്പുഴ സാറ് കൊടുത്ത പ്രതിഫലം കൈപ്പറ്റാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ കർഷക തൊഴിലാളിയെപ്പറ്റി പിന്നീട് ഞങ്ങളുടെ സുഹൃത്തായ ജബ്ബാർ ഒരിടങ്ങഴി നെല്ല് എന്ന പേരിൽ ഒരു ചെറുകഥ എഴുതുകയുണ്ടായി. ആ ജബ്ബാറും ചങ്ങമ്പുഴ പോയ പുറകെ നടന്നു മറഞ്ഞിരുന്നു. അന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിൻ്റെ മുമ്പിൽ എന്തു പറയണമെന്നറിയാതെ ഞാനിരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം അന്ന് വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിരുന്ന പാട്ടിൻ്റെ ആദ്യ വരി ചൊല്ലുകയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എഴുതിക്കോ, എതിര് പറയുന്നവരെ പേടിക്കാതെ എഴുതിക്കോ, ഒരു നല്ല ഭാവിയുണ്ടാകും. യാത്ര പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് എനിക്കെന്തെങ്കിലും ഉപദേശം തരുവാനുണ്ടോ എന്ന് ചോദിച്ചു. കേരളത്തിൻ്റെ ശരിയായ മഹാരഥൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞു തരാൻ ഒന്നുമില്ല. ആൻ്റണിക്ക് സൗകര്യപ്പെടുമെങ്കിൽ കേസരി ബാലകൃഷ്ണപിള്ള സാറിനെ കാണുക. അദ്ദേഹത്തിന് പലതും പറഞ്ഞു തരുവാൻ കഴിയും, പറഞ്ഞു തരുവാൻ കാണും. അദ്ദേഹമാണ് നമ്മുടെ എല്ലാം ഗുരു. അവിടെ ചങ്ങമ്പുഴ എൻ്റെ ഗുരുവായി. അന്ന് അദ്ദേഹം അവഹേളിക്കപ്പെടുകയും അനാദരിക്കപ്പെടുകയും ചെയ്ത സ്ഥാനത്ത് ഒരു സ്മാരക മന്ദിരം ഉയരുമ്പോൾ അതിനടുത്ത് എന്തുമാത്രം അഭിമാനമുണ്ടെന്നോ. കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഗുരു ഉറങ്ങുന്നു. സോക്രട്ടീസിനെ കൊന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന് സ്മാരകം പണിയണമെന്ന് പറഞ്ഞ അതേ കൊലപാതകികൾക്ക് നന്ദി. കൃഷ്ണപിള്ള സാർ കാണണമെന്ന് പറഞ്ഞ ബാലകൃഷ്ണ പിള്ള സാറിനെ കാണുവാൻ എനിക്ക് പെട്ടെന്ന് പറ്റിയില്ല. എൻ്റെ അപേക്ഷയനുസരിച്ച് എൻ്റെ ഒരു നാടകം കാണുവാൻ മുണ്ടശ്ശേരി മാസ്റ്ററും ദേവ് സാറും തകഴിച്ചേട്ടൻ ഉറൂപ്പും അവരുടെ സാന്നിധ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. നാടകം കഴിഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ ശ്ലാഘിച്ചു. ഞാൻ എൻ്റെ ആ മുതിർന്ന തലമുറക്കാരോട് പറഞ്ഞു, എനിക്ക് വിവരമൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് എഴുതി, കുഴപ്പമുണ്ടെങ്കിൽ പറയണം. എല്ലാവരും സന്തോഷത്തോടുകൂടി എന്നെ അഭിനന്ദിക്കുക ചെയ്തു. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞു, എടോ അന്തോണി, താൻ കേസരി ബാലകൃഷ്ണപിള്ള സാറിനൊന്ന് കാണുക, വല്ലതും ചോദിക്കുക, എന്തെങ്കിലും പറഞ്ഞു തരും. കലാരംഗത്തൊന്നുമല്ലാത്ത ഞാനൊരു സിംഹത്തെ കാണുകയോ? പേടി തോന്നി. എന്നാലും ഒരു ദിവസം പറവൂർക്ക് പോയി. വഴിയിൽ വെച്ചൊരാളെ കണ്ടു. ഞാൻ സാറേ എന്ന് വിളിച്ചു. അയാൾ തിരിഞ്ഞു നിന്നു. ഞാൻ ചോദിച്ചു, രാഘവൻ മാസ്റ്റർ അല്ലേ? അദ്ദേഹം വളരെ പുച്ഛമായ പുഞ്ചിരിയോട് ചോദിച്ചു, ഏത് രാഘവൻ മാസ്റ്റർ? ഞാൻ നാരായണനാണ്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നായിരുന്നു. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അച്ഛൻ ഒന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ രാഘവൻ മാഷല്ല.
എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അച്ഛൻ ഒന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ രാഘവൻ മാസ്റ്ററല്ല. എനിക്ക് അത്യധികമായ ജാള്യത തോന്നി. രൂപസാമ്യം മനുഷ്യരെ വിഡ്ഢികളാക്കുന്നു. എൻ്റെ സങ്കല്പത്തിലുള്ള രാഘവൻ മാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? ഞാൻ വളരെ വിനീതനായി പറഞ്ഞു, എനിക്ക് കേസരി ബാലകൃഷ്ണപിള്ളയെ കാണണം. കേസരി ബാലകൃഷ്ണപിള്ള സാറിനെ കാണണം. മാടവനപ്പറമ്പിൽ പോകണം. എൻ്റെ സങ്കല്പത്തിലുള്ള മാസ്റ്റർ അവിടെ എവിടെയോ അങ്ങനെ ഒരാൾ താമസിക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ സങ്കല്പത്തിലുള്ള മാസ്റ്റർ ഇവിടെ എവിടെയോ അങ്ങനെ ഒരാൾ താമസിക്കുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം നടന്നാകുന്നു. ഞാനൊരു ബീഡിക്കടയിൽ ചെന്ന് ചോദിച്ചു, കേസരി ബാലകൃഷ്ണപിള്ള താമസിക്കുന്ന എവിടെയാണ്? ആരാ കേസരി ബാലകൃഷ്ണപിള്ള സാർ? ഞാൻ പറഞ്ഞു, കേരളത്തിലെ സാഹിത്യവും ചരിത്രവുമെല്ലാം ഗവേഷണം ചെയ്യുന്ന ഒരു സാറില്ലേ, അദ്ദേഹത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാൻ പലരോടും ചോദിച്ചൊടുവിൽ മടവനപ്പറമ്പിൻ്റെ പടികട കാണുവാനിടയായി. കടന്നു ചെന്നു. ഒരു താടിക്കാരൻ ഒരു ചെമ്പരത്തിയുടെ അരികിൽ അതിൻ്റെ ഇലകൾ തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, എന്താ? ഞാൻ ഭയത്തോടും സങ്കോചത്തോടും കൂടി പറഞ്ഞു, കേസരി ബാലകൃഷ്ണപിള്ള സാറിനെ കാണണം. അകത്തേക്ക് വരാം. ഞാൻ പുറകെ നടന്നു. ഇരുന്നെഴുതുവാനുള്ള കസേരയും പലകയും ചുറ്റും പുസ്തകങ്ങളുമുള്ളൊരു എഴുത്തുശാലയിൽ ഞാൻ ചെന്ന് കയറി. എന്നോട് അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. അടഞ്ഞ ശബ്ദം. എന്തു വേണമെന്നാ പറഞ്ഞത്? കേസരി ബാലകൃഷ്ണപിള്ള സാറിനെ ഒന്ന് കാണണം. ഇവിടെ കേസരി ഇല്ല, പൂച്ചയേ ഉള്ളൂ. ഒരു തുടുത്ത പൂച്ച സാറിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ചാടി അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്നു. ബാലകൃഷ്ണപിള്ള സാർ വിഷാദമുണ്ട് എന്തുകൊണ്ടോ അടഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഒരു പൂച്ചയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ല, ആരാണ്? എൻ്റെ പേര് PJ ആൻ്റണി എന്നാണ്. ആ, നാടകമൊക്കെ എഴുതുന്ന ആൻ്റണിയാണോ? എനിക്ക് ഉത്തരം പറയാൻ കുറേ പ്രയാസം തോന്നി. എങ്കിലും ഒരു കണക്കിന് ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞു, അതെ. എന്താ വന്നതിൻ്റെ ആവശ്യം? ഗുരു പറഞ്ഞു, ഇപ്പോഴെന്താ ആൻ്റണിക്ക് ആവശ്യം? കാണണമെന്ന് തോന്നി, വന്നു. ഞാൻ നാടകം എഴുതുന്നുണ്ട്, എനിക്കെന്തെങ്കിലും പഠിക്കണം. നാടക നിയമങ്ങളെ ഒക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. കുറേ നേരം മിണ്ടാതിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നാടക നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമങ്ങളെ പൊളിച്ചവരാണ് ഇന്നത്തെ നാടകകൃത്തുക്കൾ. നാഗവർണ നഗരാർണവ ശൈലർത്തു മുതൽ തൊട്ട് എണ്ണി എഴുതിയാലേ മഹാകവികളാകൂ എന്ന് വിശ്വസിച്ചിരുന്ന ഇന്നത്തെ ഭാരതത്തിൽ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയ കവി കുമാരനാശാൻ മഹാകവി ആയിട്ടുണ്ട്. നിയമങ്ങളെ പൊളിക്കുക, പുതിയ കലകൾ ഉണ്ടാക്കുക, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാലകൃഷ്ണപിള്ള സോപ്പുകുമളയാണെന്ന് പറഞ്ഞവരെ ഞാൻ ഓർത്തു. പിന്നീട് അവർ മാപ്പ് പറഞ്ഞത് ഞാൻ ഓർത്തു. ഇന്ന് കേസരി ബാലകൃഷ്ണപിള്ളയെ ഇന്ത്യയോ കുറഞ്ഞപക്ഷം കേരളമെങ്കിലും ഓർക്കും. അദ്ദേഹത്തിൻ്റെ കാലഗണനാശാസ്ത്രം ഇന്ന് ABT തിയറി എന്ന പേരിൽ വിദേശങ്ങളിൽ പഠിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. അന്നുണ്ടായിരുന്ന എല്ലാ സാഹിത്യകാരന്മാരെയും കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ഫയൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഓരോ സാഹിത്യകാരനും ആരുടെ അനുകരണമാണ് എടുത്തിരുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അതെല്ലാം കുറിപ്പുകളായി സൂക്ഷിച്ചിരുന്നു. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന് കേരളീയനായ ധനികനും സഹൃദയനുമായ ഒരാൾ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തു പറഞ്ഞു, സാറിന് ആവശ്യമുള്ള തുക എടുക്കാം. ദരിദ്രനെങ്കിലും ശക്തനായ ആ സിംഹം പറഞ്ഞു, എൻ്റെ ഈ അവസാനത്തെ കാലത്ത് ഒരു കടപ്പാടുണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പണം തിരിച്ചു തരാൻ പറയാൻ എനിക്ക് മക്കളുമില്ല, ഒരു പൂച്ചയേ ഉള്ളൂ. എൻ്റെ കൈവശമുണ്ടായിരുന്നൊരു കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രൗൺ 4/1 3 പേജടിക്കാവുന്ന മാറ്റർ ഗുരുജിയുടെ കാർഡിൽ ഉണ്ടായിരിക്കും. വളരെ ചെറിയ അക്ഷരങ്ങൾ എഴുതുന്തോറും വളഞ്ഞ് അവസാനം ഒരു ചെറിയ വളവിൽ അവശേഷിക്കും. ഇവിടെ കേസരി ബാലകൃഷ്ണപിള്ളയെ ആദരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ചില ശേഖരങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം പരിശോധിച്ചിട്ടുള്ള കൂടുതൽ ഗ്രന്ഥങ്ങളും പാലി ഭാഷയിലുള്ളതാണ്. ബൗദ്ധ സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തെ എങ്ങനെ ബാധിച്ചു എന്നും അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി അന്നത്തെ ഹൈന്ദവ സംസ്കാരം എന്ത് ചെയ്തു എന്നും തെളിയിക്കുന്ന രേഖകൾ മൺമറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്നു മാത്രം അവശേഷിക്കുന്നു, സത്യമേവ ജയതേ. സത്യമെന്താണ്? ആരുടെ സത്യം? സാഹിത്യകാരന്മാരുടെ ഗുരുവായ കേസരി ബാലകൃഷ്ണപിള്ള സാർ ഒരിക്കലും കരഞ്ഞിട്ടില്ല.
പക്ഷെ ഒരിക്കൽ കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ സംസാരിക്കുകയും വായിക്കുകയും ചെയ്യരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുണ്ടായി. അന്ന് വിവിധ ഭാഷകളിലുള്ള വിദേശ പത്രങ്ങൾ വന്ന് മേശപ്പുറത്ത് കുന്നുകൂടി കിടന്നപ്പോൾ ഗുരു ആ പത്രക്കെട്ടുകളിലേക്ക് നോക്കി വിങ്ങിക്കരയുകയുണ്ടായി. ആ കണ്ണുനീർ ഉണങ്ങാതിരിക്കട്ടെ. കേരളത്തിൻ്റെ സംസ്കാരം വറ്റി വരളാതിരിക്കട്ടെ. സ്നാപ്പ് നമ്പർ 1070 വിദേശചാരന്മാർ. ഓക്കെ, സായാഹ്ന ചിന്തകൾ എന്ന പേരിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പങ്ക്തിയിൽ നിന്നെടുത്താണ്. കമ്മ്യൂണിസ്റ്റുകാർ വിദേശചാരന്മാരാണെന്നും അവർ റഷ്യയുടെയും ചൈനയുടെയും മറ്റും ആജ്ഞാനുവർത്തികളാണെന്നുമുള്ള ആരോപണങ്ങൾ നാം നിത്യേന കേട്ടുകൊണ്ടിരിക്കും. 50 കഥയാട്ടത്. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കാൻ ആരും മെനക്കെട്ടിട്ടില്ല. റഷ്യയിലും ചൈനയിലുമൊക്കെ മുതലാളിത്തത്തിനും ചൂഷണത്തിനുമെതിരായ ഭരണ രീതിയാണ് ഉള്ളതെന്നും അതുകൊണ്ട് ഇവിടെയും അത്തരത്തിലുള്ളൊരു ഭരണക്രമവും വ്യവസ്ഥിതിയും ഉണ്ടാകുന്നത് നല്ലതാണെന്നും പറയുന്നത് ചാരവൃത്തിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ചാരന്മാർ തന്നെ, സംശയമില്ല. എന്നാൽ ചാരവൃത്തി എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിദേശ ശക്തിയുടെ സഹായ സഹകരണങ്ങളെയും ആശീർവാദങ്ങളോടും കൂടി ആ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണല്ലോ വിദേശചാരന്മാർ എന്ന് വിളിക്കുന്നത്. അത്തരക്കാർ ഇന്ത്യയിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായി വിമോചന സമരം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പ്രവഹിക്കുകയുണ്ടായി. ആ വ്യത്യസ്ത കേന്ദ്ര ഭരണകർത്താക്കൾ പോലും സമ്മതിക്കുകയുണ്ടായി. ആ വസ്തുത പിന്നീടത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. സിയയുടെ കളിയായിരുന്നു വിമോചന സമരടക്കം. കേരളത്തിൽ നടന്നൊരു സംഭവത്തെ അമേരിക്കയിലിരിക്കുന്നവർ പണം കൊടുത്ത് സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വിമോചന സമരം നടന്നതല്ലേ? ആ പണം നാണമില്ലാതെ വാങ്ങി തിന്നുകൊണ്ട് പ്രവർത്തിച്ചവർ അമേരിക്കയുടെ ചാരന്മാരല്ലെങ്കിൽ പിന്നെ ആരാണ്? അതിപ്രധാനമായ മറ്റൊരു കാര്യം നോക്കാം. സമാധാനപരമായ സഹവർത്തിത്വം എന്ന നെഹ്റുവിൻ്റെ വിദേശ നയത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നവർ ഭാരതത്തിലുണ്ട്. പാകിസ്ഥാനുമായി പട്ടാള സഖ്യമുണ്ടാക്കണമെന്നും ചൈനയുമായി യുദ്ധം ചെയ്യണമെന്നും അത് നടക്കണമെങ്കിൽ നെഹ്റുവും VK കൃഷ്ണമേനോനും ഭരണ നേതൃത്വത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമെന്നും വാദിക്കുന്ന അക്കൂട്ടർ അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും ചാരന്മാരില്ലെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ചൈനയ്ക്കെതിരായിട്ട് തന്നെയാണ് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും സഖ്യം വേണമെന്ന് പറയുന്നൊരു ആഹ്വാനം സംഭവിച്ചതെന്നല്ല. ഈയിടെയുണ്ടായ രസകരമായൊരു സംഭവം നോക്കാം. തൂത്തുക്കുടിയിലുള്ള ശ്രീ പീറ്റർ മൊറൈസ് എന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായ ഒരു കത്തോലിക്കൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹം അതിനെതിരായി മതാധികാരികളുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിയിൽ നിന്ന് പള്ളി മേധാവിയുടെ നേർക്ക് ഇങ്ങനെയൊരു ചോദ്യമേറുന്നു. ശ്രീ ജവഹർലാൽ നെഹ്റുവിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പോപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നിലപാട് കൈക്കൊള്ളും? ആ പുരോഹിത ശ്രേഷ്ഠൻ ഒട്ടും സങ്കോചം കൂടാതെ താഴെ കാണുന്ന മറുപടി പറഞ്ഞു: തീർച്ചയായും പോപ്പിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കാൻ ഞങ്ങൾ അൽമേയർക്ക് നിർദ്ദേശം നൽകും. അത്രമാത്രം മതാന്ധതയാണ്. ഇത് ഇന്ത്യയിലുള്ള മിക്ക പത്രങ്ങളിലും വന്നു കഴിഞ്ഞ വാർത്തയാണ്. ആ മതാധികാരിയുടെ മറുപടിയിൽ അടങ്ങിയിരിക്കുന്ന ആശയം എത്രമാത്രം അപൽക്കരമാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിച്ചാലും ഏതെല്ലാം ഭരണക്രമങ്ങൾ ഉണ്ടായാലും ഇവിടുത്തെ കത്തോലിക്ക നേതൃത്വം വത്തിക്കാൻ്റെ തീരുമാനപ്രകാരമേ പ്രവർത്തിക്കുകയുള്ളൂ അത്രേ. ഇവരൊക്കെ ദേശാഭിമാനത്തെ പറ്റി പറയുന്നത് ഒന്നുകിൽ വെറും തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഭ്രാന്താണ്. ഇങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നവരെ പറ്റി ധാരാളം പറയാനുണ്ട്. ഇത്തരത്തിൽ പരസ്യമായി അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയും വത്തിക്കാൻ്റെയും മറ്റും ചാരപ്രവൃത്തി അനുഷ്ഠിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരെ വിദേശചാരന്മാർ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ചിരി വരികയാണ്. സ്നാപ്പ് നമ്പർ 1071
ആദർശങ്ങൾ എന്നാണ് ഈ ടൈറ്റിൽ. സായനചിന്തകൾ തന്നെ വന്നതാണ്. വളരെയേറെ ആദർശങ്ങളെ പ്രസവിച്ച ഒരു നാടാണ് ഇന്ത്യ. പക്ഷെ അവയിൽ എത്ര ആദർശങ്ങൾ നടപ്പായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ലോകത്തിൽ മറ്റെവിടത്തെ എന്ന പോലെ തന്നെ ഇവിടത്തെയും ചില നിരാശാജനകമായിരിക്കും. കേരളത്തിൻ്റെ കാര്യമെടുക്കാം. കേരളത്തിൻ്റെ ശ്രദ്ധയെ വളരെ കാലമായി ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ് മിശ്രവിവാഹം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. എങ്കിലും ഒരു മിശ്രവിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ വിവാഹിതരാകാൻ പോകുന്ന സ്ത്രീയും പുരുഷനും തൽക്കാലത്തേക്കെങ്കിലും നാട് വിട്ട് പോകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഒരിക്കൽ ഞാൻ SNDPയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഒരു യോഗത്തിൽ ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ പങ്കെടുക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച തത്വങ്ങളെപ്പറ്റിയും അവയിൽ അടങ്ങിയിരിക്കുന്ന മഹത്തായ ആദർശങ്ങളെപ്പറ്റിയും മിശ്രഭോജനത്തിൻ്റെയും മിശ്രവിവാഹത്തിൻ്റെയും ആവശ്യകതയെപ്പറ്റിയും മറ്റുമുള്ള പ്രസംഗങ്ങൾ അവിടെ പൊടിപൊടിച്ച് നടന്നു. യോഗാനന്തരം പ്രാസംഗികന്മാരായ ഞങ്ങൾക്ക് ഒരു ചെറിയ ചായ സൽക്കാരമുണ്ടായിരുന്നു. അപ്പോഴും ശ്രീനാരായണ സൂക്തങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. യോഗത്തിൽ അധ്യക്ഷനായി ഇരുന്നാളും സ്ഥലത്ത് പ്രമാണീയമായ മനുഷ്യൻ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് സവിനയം ചോദിച്ചു, താങ്കളുടെ മകളോ സഹോദരിയോ ഒരു പുലയനുമായി പ്രേമബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുന്ന കാര്യത്തിൽ താങ്കൾ നിസ്സങ്കോചം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുമോ? എൻ്റെ ചോദ്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. മറുപടി എന്തായിരിക്കുമെന്നറിയാൻ ഓരോരുത്തരും ആഗ്രഹിച്ചു. പക്ഷെ മറുപടി ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം നിശബ്ദനായി ഒരു വല്ലാത്ത മുഖഭാവത്തോടുകൂടി ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു. ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല. മിശ്രവിവാഹം തെറ്റല്ലെന്നും അത് ആവശ്യമാണെന്നും വാദിക്കുന്നവരായിരിക്കും ഈ തലമുറയിൽ കൂടുതൽ പേരും. പക്ഷേ അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ എത്ര പേർ മുന്നിട്ട് നിൽക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് പറയുന്നവർക്ക് തന്നെ അതിനുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നു. മിശ്രവിവാഹത്തിൻ്റെ കാര്യം ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. മിക്കവാറും എല്ലാ ആദർശങ്ങളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ആദർശങ്ങളിൽ ഭ്രമമുള്ളവരും ആദർശങ്ങളെപ്പറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് പൊങ്ങച്ചം നടിക്കുന്നവരുമാണ്. പക്ഷേ ആ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ എത്രത്തോളം അനുവദിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലാണ് കുഴപ്പം കിടക്കുന്നത്. പറയാൻ ഭംഗിയുള്ളതും പ്രവർത്തിക്കാൻ പ്രയാസമുള്ളതുമാണ് ആദർശം. സ്വയം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ളൊരു ശ്രമമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സ്വയം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡിലെ ഈ എന്നെപ്പറ്റി എന്നുള്ളതിലെ അവസാനത്തെ ഒരു ഭാഗമാണ് പാറപ്പുറവുമായ ചർച്ചയാണ്. ഇതോടുകൂടി എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും. പാറപ്പുറം ഒരു ചർച്ചയാണ്, സംവാദമാണ്. ആൾത്തിരക്കിൽ നിന്നും ഒച്ചപ്പാടിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും ഒക്കെ അകന്നിരുന്ന് തന്നാലായ പണിയെടുക്കാനാണ് എനിക്ക് താല്പര്യം. ഒച്ച വയ്ക്കുന്നത് പലപ്പോഴും പ്രയോജനകരം തന്നെ. തെരുവുമിടുക്ക് എന്ന് പറയില്ലേ, പക്ഷേ എനിക്കതില്ല. പിന്നെ ഈ ചർച്ചയിൽ ഞാൻ പങ്കുകൂടുന്നത് വ്യക്തിപരമായി തന്നോടുള്ള അടുപ്പം കൊണ്ടാണെന്ന് ആദ്യമേ വ്യക്തമാക്കട്ടെ. പി ജാനണി, വ്യക്തിപരമായ അടുപ്പം എന്നതിനൊന്ന് വിശദീകരണം വേണം. വ്യക്തിപരമായ അടുപ്പം എന്നതിനൊരു വിശദീകരണം വേണം. പറയാം. സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ഇന്നെനിക്കുള്ള അംഗീകാരം നേടിയെടുക്കാൻ വളരെ ദുഷ്കരമായ മാർഗങ്ങളിലൂടെയാണ് എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുള്ളത്. കലാപരമായ കഴിവ് ദൈവത്തിൻ്റെ ഉദാരമായ ദാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ലഭിച്ചിട്ടുള്ളവർക്കൊക്കെ കലാകാരന്മാരാകാൻ കഴിഞ്ഞിട്ടില്ല. വിശപ്പും ജീവിതത്തിലെ മറ്റു പരതന്ത്രങ്ങളും ഒക്കെ കൂടി കലാകാരനെ ഞെക്കിക്കൊന്നു കളയുന്നു. അത്യന്തം പ്രതികൂലമായ സാഹചര്യത്തിലും എന്നിലെ കലാകാരൻ്റെ രക്ഷയ്ക്കാണ് ഞാൻ മുൻഗണന നൽകിയത്. മറ്റൊരു ലോകത്തിലായിരുന്നെങ്കിലും താങ്കളും എൻ്റെ മാർഗം അംഗീകരിച്ചുള്ള ആളാണെന്ന് എനിക്കറിയാം. അതാണ് വ്യക്തിപരമായ അടുപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അർത്ഥമാക്കിയത്. കൂട്ടത്തിൽ പറയട്ടെ, ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ബഷീർ, കേശവദേവ്, പൊൻകുന്നം വർക്കി തുടങ്ങിയ സാഹിത്യകാരന്മാരോട് എനിക്ക് പ്രത്യേകമായ സ്നേഹ ബഹുമാനങ്ങളുള്ളതും. ആൻ്റണി,
പ്രതികൂല പരിസ്ഥിതിയിൽ കലാകാരൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയാണോ? എനിക്കൊരു സംശയവുമില്ല. ഡോസ്റ്റോയെവ്സ്കിയുടെയോ ജെയിംസ് ജോയ്സിൻ്റെയോ മാപ്പശാങ്കിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞ് തനിക്ക് എന്നെ എതിർക്കാം. പക്ഷേ അതൊക്കെ അപവാദങ്ങളാണ്. സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഉദാഹരിക്കാം. 1944 പട്ടാളത്തിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു അധ്യാപകനാകുമായിരുന്നു. ഒരിടത്തരം കുടുംബത്തിലെ പ്രാരബ്ധങ്ങളും നാട്ടിൻപുറത്തെ പള്ളിക്കൂടത്തിലെ കുട്ടികളുമൊക്കെ കൂടി എന്നെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കുമായിരുന്നു. പട്ടാളത്തിൽ ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രത്യേക ലോകമായിരുന്നു. എല്ലാ ക്ലേശങ്ങൾക്കിടയിലും എന്നിലെ സാഹിത്യകാരനെ ഒറ്റപ്പെടുത്തി നിർത്താൻ സാധിച്ചു. ഉറങ്ങാത്ത രാത്രികളിൽ കഥകൾ നെയ്തെടുത്തു. ഒഴിവുള്ള ദിവസങ്ങളിൽ അടച്ചുപൂട്ടിയ മുറിയിലിരുന്ന് എഴുതി. ആൻ്റണി, ശരി, നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. പറപ്പുറം. ഞാനൊന്നും പ്രത്യേകമായി ചോദിച്ചാൽ പറയാൻ സൗകര്യമായിരിക്കും. ഓരോന്നും ചോദിച്ചാൽ പറയാൻ സൗകര്യമായിരിക്കും. ആൻ്റണി, സിനിമാ ജീവിതവുമായി പെട്ടതെങ്ങനെയാണ്? പാറപ്പുറം. അതൊക്കെ തനിക്കറിയാവുന്ന കഥകൾ തന്നെ. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എൻ്റെ നോവൽ ചലച്ചിത്രമാക്കാൻ എൻ്റെ സ്നേഹിതനായ ശോഭന പരമേശ്വരൻ നായർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്. ആൻ്റണി, സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണ്? പാറപ്പുറം. ഒരു സാഹിത്യ സൃഷ്ടി സിനിമയാകുമ്പോഴേ ഈ ചോദ്യം പ്രസക്തമാകുന്നുള്ളൂ. പക്ഷെ സിനിമ എന്ന വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം ഒരു പ്രശ്നമല്ല. വ്യവസായികൾക്കു നടീനടന്മാരാണ് പ്രധാനം. നടീനടന്മാരെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകം മാത്രമാണ് കഥ. അവരുടെ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മീഡിയം മാത്രമാണ് സംഭാഷണം. ഒരു സാഹിത്യ സൃഷ്ടി സിനിമയാകുമ്പോൾ കഥാപാത്രങ്ങളാണ് പ്രധാനം. കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഉപാധി മാത്രമാണ് നടനും നടിയും. സാഹിത്യ സൃഷ്ടിയോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രത്തിൽ സാഹിത്യത്തിനുള്ള പങ്ക് അതിപ്രധാനമാണ്. ഒന്നിലധികം കലകളുടെ സമഞ്ജസമായ സമ്മേളനമാണല്ലോ സിനിമ. അതിൽ അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് സാഹിത്യമത്രേ. കാരണം അതാണ് യഥാർത്ഥമായ സൃഷ്ടി. അതൊരു വിഷ്വൽ ഇമേജായി മാറ്റാനുള്ള സഹായികളാണ് അഭിനയവും സംഗീതവും ഫോട്ടോഗ്രാഫിയും ഒക്കെ. ഒരു നല്ല കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്ന നടന് പ്രത്യേകമായ ഒരു മഹത്വവും ഉണ്ടാകുന്നു. നല്ല കഥയിൽ അവസരോചിതമായ സംഗീതത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ടാകുന്നു. ഒരു നല്ല രംഗത്തിൽ ചിത്രീകരണത്തിന് പ്രത്യേകമായൊരു ഭംഗിയുണ്ടാകുന്നു. പക്ഷേ കഥയിൽ നിന്ന് വേർപെട്ട് നിൽക്കുമ്പോൾ ഇവയൊക്കെ നിഷ്പ്രഭങ്ങളാണ്. ആൻ്റണി, സാഹിത്യകാരന് സിനിമയുടെ രംഗത്തുള്ള അനുഭവങ്ങൾ എന്താണ്? പറപ്പുറം. സാഹിത്യകാരന് സിനിമയുടെ രംഗത്ത് ചില പാരതന്ത്ര്യങ്ങളുണ്ട്. അത് അംഗീകരിക്കാതെ പറ്റില്ല. എന്തും കുത്തി നിറയ്ക്കാവുന്ന ഒരു കിറച്ചാക്കാണ് നോവൽ എന്ന് പറയാറുണ്ട്. നോവലിൻ്റെ സാമ്രാജ്യത്തിൽ നോവലിസ്റ്റ് ചക്രവർത്തിയാണ്. ഘോഷയാത്ര പോലെ കഥാപാത്രങ്ങളെ കൊണ്ടുവരാം, എന്തും പറയിക്കാം. നാടകത്തിൻ്റെ രംഗത്തും ഇതിൽ ഇത്രയില്ലെങ്കിലും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സിനിമ മോശാനമായ ഒരു വിഷ്വൽ ഇമേജാണെന്നും പ്രധാനികളിൽ ഒരാളെങ്കിലും പല ശില്പികളിൽ ഒരാൾ മാത്രമാണ് താനെന്നും ഓർക്കാതെ പറ്റില്ല. ഇവിടെ ക്രാഫ്റ്റാണ് പ്രധാനം. കൈവിരലിൻ്റെ നീളവും കനവും മുഖത്തെ ചുളിവുകളും മുടിയുടെ നിറവും എല്ലാം കൃത്യമായി കൊത്തിവെക്കണം. ഈ ക്രാഫ്റ്റ്മാൻഷിപ്പ് നോവലിലും നാടകത്തിലും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇവിടെയാണ് വിശദവും നിഷ്കൃഷ്ടവുമായി തീരുന്നു. ഇവിടെ അത് വിശദവും നിഷ്കൃഷ്ടവുമായി തീരുന്നു. സിനിമയുടെ രംഗത്ത് വരുമ്പോൾ സാഹിത്യകാരൻ ഒരു ടെക്നീഷ്യനായി മാറുന്നു എന്നതാണ് വാസ്തവം. ഒന്നാംകട സാഹിത്യകാരൻ സിനിമയുടെ പിന്നാലെ പോകരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യവും ഇത് തന്നെയാണ്. ഒരളവോളം ഒരു ശരിയുമാണ്. തൻ്റെ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരിക്കാൻ കഴിയുമെങ്കിൽ എന്തിനൊരുത്തൻ വരച്ച വരയിൽ കൂടി സഞ്ചരിക്കണം? പക്ഷേ ഇത് രണ്ടും കൂടി സാധിക്കുന്നവരുണ്ട്. അക്കാരണം കൊണ്ട് അവർ ഒന്നാംകിട സാഹിത്യകാരന്മാരല്ല എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. ആൻ്റണി, ഒരു നല്ല സിനിമയുടെ സൃഷ്ടിക്ക് എന്തൊക്കെ വേണം? അതിലെഴുത്തുകാരൻ്റെ വിഹിതം എന്താണ്? പാറപ്പുറം. സത്യം പറഞ്ഞാൽ സർഗശക്തിയിൽ നിന്ന് ജനിക്കുന്ന സൃഷ്ടികളെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കുള്ള മാനദണ്ഡങ്ങളും ഒന്ന് തന്നെ. നോവലിസ്റ്റ് തൻ്റെ കഥാബീജം വളർത്തിയെടുത്ത് വർണ്ണങ്ങൾ തിരഞ്ഞെടുത്ത് ക്യാൻവാസിൻ്റെ വലിപ്പം നിശ്ചയിച്ച് ജോലി ആരംഭിക്കുന്നത് പോലെ തന്നെ സിനിമയും. ഇവിടെ അതിനൊരു കൂട്ടുത്തരവാദിത്വമാണ് എന്ന വ്യത്യാസം മാത്രമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ജോലി അറിയണം, അവരവരുടെ പൊസിഷൻ അറിയണം. ഒരു നല്ല ചിത്രമുണ്ടാകാൻ മറ്റൊന്നും വേണ്ട. ആൻ്റണി, നിരൂപകരെപ്പറ്റി എന്ന് പറയുന്നു. വിശേഷിച്ചൊന്നും പറയാനില്ല. പാറപ്പുറം. അവർ അവരുടെ ജോലി ചെയ്യുന്നു, നാം നമ്മുടെ ജോലി ചെയ്യുക. അവരാണ് നമ്മുടെ ഗൈഡിങ് ഫാക്ടർ എന്ന ബോധമുണ്ടായാൽ തീർന്നു. ഇങ്ങനെയാണ്
സ്നാപ്പ് നമ്പർ ഇതിപ്പോൾ 1072 സ്നാപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. പീജാനി സമ്പൂർണ്ണ കൃതികളാണ്. സ്നാപ്സ് ചക്കോടി അന്തിക്കാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലാണിത്. ഇനി നമ്മൾ നമ്മുടെ മാർച്ച് 27 മുതൽ മെയ് 1 വരെ എന്നുള്ള ടാർഗറ്റിലേക്ക് 4 സ്നാപ്പുകൾ കൂടി ചെയ്താൽ 101 എണ്ണമാകുകയാണ്. അതിൽ ഈ 101 എന്ന് പറയുന്നത് 1076-ാമത്തെയാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ്, ഒരു പ്ലാനാണ്. ഒരു പക്ഷേ സമയം നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് സോക്രട്ടീസ് നാടകത്തിലെ സോക്രട്ടീസിൻ്റെ ഡയലോഗുകൾ എല്ലാം ചേർത്ത് ഒരു പക്ഷേ അത് ലൈവായിട്ടും ഒപ്പം യൂട്യൂബിലേക്കും വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിടയിൽ 3 സ്നാപ്പുകളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ 1076-ാമത്തെ സ്നാപ്പ്, മാർച്ച് 27-ന് നമ്മൾ തുടങ്ങിയത് 1076-ാമത്തെ സ്നാപ്പ് മുതലാണ്. തീർച്ചയായിട്ടും 976-ാമത്തെ സ്നാപ്പിൽ, അത് 1076-ാമത്തെ സ്നാപ്പിലെത്തുമ്പോൾ 101 സ്നാപ്പുകളായിരിക്കും. ഇനിയും നമ്മൾ പീജാനിയിലൂടെ കണ്ടിന്യൂ ഉണ്ടാകും. ഒരു പക്ഷേ മെയ് 30 എൻ്റെ ബർത്ത്ഡേ ആണ്, അന്ന് വരെ കണ്ടിന്യൂ. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. സ്നാപ്സ് ചക്കോടി അന്തിക്കാട്. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.